റേഷൻ വാതിൽപ്പടി വിതരണക്കാർ 3 ആഴ്ചയായി തുടർന്നു വന്ന സമരം പിൻവലിച്ചു. ഭക്ഷ്യമന്ത്രി GR അനിലുമായി നടത്തിയ ചർച്ചയിലാണ് സമരം പിൻവലിക്കാൻ തീരുമാനമായത്. അതേസമയം റേഷൻ കട ഉടമകളുടെ അനിശ്ചിതകാല കടയടപ്പ് സമരം തിങ്കളാഴ്ച ആരംഭിക്കും. റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നതോടെ സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനം പ്രതിസന്ധിയിലാകും. ജനുവരി 1 മുതൽ റേഷൻ സാധനങ്ങളുടെ വിതരണം തടസ്സപ്പെട്ട സാഹചര്യത്തിലാണ് ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായത്. കുടിശ്ശികയുള്ള തുക ഭാഗികമായി കൊടുത്തു തീർക്കുമെന്ന ഉറപ്പിന്മേലാണ് റേഷൻ വാതിൽപ്പടി വിതരണക്കാർ സമരത്തിൽ നിന്നും പിന്മാറിയത്. സെപ്റ്റംബർ മാസത്തിലെ 40% കുടിശ്ശികയും ഒക്ടോബറിലെ മുഴുവൻ കുടിശ്ശികയും നവംബറിലെ 60% കുടിശ്ശികയും കൊടുക്കാനാണ് തീരുമാനമായത്. സമരത്തിൽ നിന്നും പിന്മാറുന്നുവെന്നത് സന്തോഷകരമെന്ന് മന്ത്രി GR അനിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എങ്ങനെയാണ് ഒരു സംവിധാനത്തിൽ ഒരു വേതന വർധനവ് നടപ്പാക്കുന്നത് എന്ന് മാധ്യമങ്ങൾക്ക് അറിയാമല്ലോ. അതിൻ്റെ ഡിമാൻഡ് ചർച്ച ചെയ്ത് ആ ചർച്ചയിലെ തർക്കങ്ങളായിട്ടുള്ള വിഷയങ്ങളെല്ലാം പരിഹരിച്ച് അതിനനുസരിച്ച് നടപ്പാക്കുന്ന രീതിയാണ്. അപ്പോൾ അത് തുടർന്ന് ചർച്ചയിലൂടെ പരിഹാരം ഉണ്ടാക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് സഹകരിക്കണമെന്നുള്ള നിലപാട് ഞങ്ങൾ പറയുകയുണ്ടായി. തിങ്കളാഴ്ച മുതൽ റേഷൻ കടകളിലേക്ക് സ്റ്റോക്ക് എത്തിക്കുമെന്ന് വാതിൽപ്പടി വിതരണം നടത്തുന്ന കേരള ട്രാൻസ്പോർട്ട് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. എന്നാൽ വിതരണക്കാരുടെ സമരം തീർന്നാലും തിങ്കളാഴ്ച മുതൽ റേഷൻ കടയുടമകളുടെ സമരം ആരംഭിക്കുന്നത് പൊതുവിതരണ സംവിധാനത്തിൽ കടുത്ത പ്രതിസന്ധിക്ക് കാരണമാകും. റേഷൻ കടകൾ അടച്ചുള്ള സമരം പുതിയ സ്റ്റോക്ക് എത്തിക്കാൻ സാധിക്കാത്ത സ്ഥിതിയിലേക്കാണ് എത്തിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.